ഹലോ, വെൽക്കം ബാക്ക്. നമ്മളിന്ന് അടുത്തൊരു ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്ത് അടുത്ത വ്ളോഗും സ്റ്റാർട്ട് ചെയ്ത് ഇന്നിപ്പോ പുറത്ത് നല്ല വെയിലാട്ടോ. അവിടെ UAE തണുപ്പാവുമെന്ന് പറയുന്നുണ്ട്, അടുത്ത ആഴ്ച ആവുന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇവിടെ നല്ല ചൂട് തന്നെയാണ്, പുറത്ത് നല്ല വെയിലാണ്, ഇറങ്ങാൻ പറ്റാത്ത വെയിൽ തന്നെയാണ്. പിന്നെ അപ്പം ഇന്നത്തെ പരിപാടി തുടങ്ങാം. ഇവിടെ പുറത്തൊന്ന് കാണിച്ചതാണ്, ജസ്റ്റ് ചാവി. ഓക്കെ, ഞാനിപ്പോ നിൽക്കുന്നത് ദുബായ് ഡൗൺ ടൗൺ ബിസിനസ് ബേ ഡൗൺ ടൗൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ഇവിടെ ഉള്ളവർക്കൊക്കെ മനസ്സിലാവും, അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു സ്ഥലമാണിത്. ഇവിടെ കുറച്ച് കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നതുകൊണ്ട് പാർക്കിംഗ് വലിയ സീനില്ലാത്തൊരു ഏരിയയാണ്. കാരണം ഇവിടെ ബിൽഡിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ പാർക്കിംഗ് ചെക്ക് ചെയ്യണില്ല. അതുകൊണ്ട് ഇവിടെ വണ്ടി നിർത്തിച്ചു എല്ലാ സൈഡാക്കി. പിന്നെ ഇവിടെ നിൽക്കണ് അതിൻ്റെ അപ്പുറത്താണ് ബിൽഡിങ്ങുകളും. അതൊക്കെ ബുർജ് ഖലീഫ ഉണ്ട് ബാക്കിൽ. നമുക്ക് നോക്കാം, അതിലൂടെ പോകുമ്പോൾ ബുർജ് ഖലീഫൊക്കെ ഒന്ന് കയറി വരാൻ പറ്റുമൊക്കെ. ഇവിടെ ബുർജ് ഖലീഫന്റെ അടിയിൽ താഴെ നമുക്ക് വണ്ടി കൊണ്ടുപോകണമെങ്കിൽ ഒന്നൂക്കെ അവിടുത്തെ റെസിഡന്റ് കാർഡ് വേണം. അത് അങ്ങനല്ലെങ്കിൽ പിന്നെ ഊബർ ആൾക്കാർക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ബുർജ് ഖലീഫയിൽ വണ്ടിയിട്ട് പോവാം. നമുക്ക് പോവാം, ട്രൈ ചെയ്ത് നോക്കാം ബുർജ് ഖലീഫ പോകാൻ പറ്റുമെന്ന്. അപ്പോൾ ബുക്കിംഗ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഞാൻ ബുക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞ വല്ല നോണ പറഞ്ഞ് പോയേക്കാം. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഷെയ്ഖ് സായിദ് റോഡ് ഹൈവേ, ഇവിടുത്തെ മെയിൻ ഹൈവേ ആണ്. പിന്നെ ഇവിടെ എന്തോ നല്ല ബിൽഡിംഗ് നടക്കുന്നുണ്ട്, വർക്ക് നടക്കുന്നുണ്ട്. ഇതും കൂടി ആയാൽ ഇവിടെ അത്യാവശ്യം ഫുള്ളായി. ഈ ഒരു ഏരിയയിൽ ഇവിടെ തന്നെ കുറച്ച് ഫ്രീ ഉള്ളൂ, ബാക്കിയൊക്കെ ഫുള്ള് ബിസിയാണ്. ഫുൾ ബിൽഡിങ്ങും ഫുൾ റഷാണ്. അങ്ങോട്ട് അതിൻ്റെ അപ്പുറത്താണ് ദുബായ് മാള്. ബിസിനസ് ബേ ആണ് ഇവിടെ. ബിസിനസ് ബേ മെട്രോ സ്റ്റേഷൻ ഉണ്ട് ഈ ഭാഗത്ത്. ഈ ഒരു നേരെ ബാക്കോട്ടാണെന്നുണ്ടെങ്കിൽ ഡൗൺ ടൗൺ ദുബായ്. ഓക്കെ, പിന്നെ ഇവിടെ അത്യാവശ്യം ഈ ഒരു ഏരിയയിൽ മാത്രമേ കുറച്ചങ്ങനെ ഒരു റഷ് ഒഴിഞ്ഞെടുക്കണുള്ളൂ. ബാക്കി അങ്ങോട്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് പോയാൽ ദുബായ് മാള് അങ്ങോട്ട് ഞാൻ പോയി കാണിച്ചു തരാം. നേരെ സമയത്ത് മാത്രം കുറച്ച് നല്ല റഷ് കൂടും. നോക്കാം, നമുക്ക് ഇങ്ങനെ മൂവ് ആയേക്കാം. ഇവിടുത്തെ മെയിൻ സ്ഥലമാട്ടോ ദുബായ് എന്ന് പറഞ്ഞാൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണിക്കുന്ന പോയിന്റാണ് ബുർജ് ഖലീഫ ദുബായ് എക്സിറ്റ് വരുന്നത്. ഇതിൻ്റെ അപ്പുറത്ത് നിൽക്കണ സ്കൈ വ്യൂ അഡ്രസ് ടവർ ഉണ്ട്, നേരെ ആ രണ്ട് ബിൽഡിങ്ങും കൂടിയുള്ളത്. നമുക്കിങ്ങനെ പോയി നോക്കാം. ഓക്കെ, പിന്നെ ഇതിപ്പോൾ നേരെ ഇതിങ്ങനെ കയറി ഇവിടെ പോയി കഴിഞ്ഞാൽ നേരെ ബുൾവാദ് സ്ട്രീറ്റിലേക്ക് എത്തും. അതായത് ഈ ബുർജ് ഖലീഫൻ്റെ ഒക്കെ ആ ഒരു സ്ട്രീറ്റ് ഉണ്ടല്ലോ ഏരിയ, ആ ഒരു ഏരിയ സ്ട്രീറ്റിന് വരാം. അയ്യോ, ഈ ബിൽഡിങ്ങിൻ്റെ ഒക്കെ ഒരു ഭംഗി എന്താ! ഇതുപോലത്തെ ഞാൻ മുമ്പൊരു ബിൽഡിങ് ഒരു കാണിച്ചിരുന്നു നല്ല ഷോർട്സിൽ. നല്ല ഇതിൻ്റെ മേലെ തന്നെ ഒരു പൂളല്ലാണ്ട് അല്ല ജോയിൻ്റ് ആയി നിൽക്കുന്നതാ രണ്ട് ബിൽഡിങ്. അതിൻ്റെ മേലെ സ്വിമ്മിംഗ് പൂള്, ഭയങ്കര സെറ്റപ്പാണ്. പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്കൈ വ്യൂ അഡ്രസ് ടവർ എന്നാണ് പറയണത് തന്നെ. പിന്നെ DIFC ആ കാണുന്ന DIFC ഡൗൺ ടൗൺ ഏരിയകളാണ് ഈ മൊത്തം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ബുർജ് ഖലീഫ വ്യൂ ആണ് മെയിൻ വേണ്ടത്. ബുർജ് ഖലീഫൻ്റെ മുന്നേ പിന്നെ മെയിനായിട്ട് പറയാനുള്ളത്, ഞാനൊക്കെ ഇവിടെ എത്തിപ്പെട്ടത് ബുർജ് ഖലീഫ കാണാനാട്ടാ. നമ്മൾ 2018 ആ സമയങ്ങളിലൊക്കെ ഇവിടെ വരുന്ന സമയത്ത് ഒന്നൊരു മാർക്കറ്റ് ജോലിക്കായിരുന്നു വന്നിന്, മാർക്കറ്റിംഗ്. ഓക്കെ, അന്ന് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് എത്തിപ്പെടലായിരുന്നു ആവശ്യം. കാരണം എങ്ങനെയെങ്കിലും ബുർജ് ഖലീഫ ഒന്ന് കാണണം. ഇതൊക്കെയാണ് മെയിനായിട്ട് ദുബായ് മാള് ബുർജ് ഖലീഫ കാണാൻ ആഗ്രഹം. പക്ഷെ അന്ന് ജോലിക്ക് വന്നിട്ടും നമുക്കിത് കാണാൻ കഴിയില്ല. നമ്മൾ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലുമൊക്കെ എവിടെ ദേരയിലൊക്കെ എത്തിയാലും നമുക്കിത് എവിടെയെങ്കിലും ദൂരെ നിന്ന് ചെറുതായിട്ട് കാണുള്ളായിരുന്നു. ഇപ്പം നമ്മൾ ഈ ഒരു ജോലിയിൽ നിന്നിട്ട് ഇതിൻ്റെ മുന്നിൽ വരെ എത്തിപ്പെടാൻ പറ്റി. ഇന്നും ഇപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിക്ക് നമ്മൾക്ക് കയറണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഊബർ ഡ്രൈവറോ അങ്ങനെ ആവണം, അല്ലെങ്കിൽ നമ്മൾ ഇവിടുത്തെ റെസിഡൻറ്റ് കാർഡ് വേണം. ഇവിടുത്തെ റെസിഡൻറ്റ് കാർഡല്ല, നമ്മളെ ബുർജ് ഖലീഫയിൽ നമ്മളെ ബുക്കിംഗ് എടുത്തതിൻ്റെ ചെക്ക് ഇൻ ചെയ്തതിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ട് അവർ വണ്ടി അലോഡ് ചെയ്യൂ. പിന്നെ അതേപോലെ തന്നെ അത്യാവശ്യം നല്ല പ്രീമിയം വണ്ടിയാണെങ്കിൽ അവർ അവർക്ക് കയറ്റുള്ളൂ. നമ്മളെ കയ്യിലുള്ളത് അത്യാവശ്യം ബെൻസാണ്, അതുകൊണ്ട് കയറ്റും. പിന്നെ നമ്മൾ ഊബറാണ്, ഊബർ എന്ന് പറഞ്ഞുകൊണ്ട് കയറാം. ഊബറിൽ ബുക്കിംഗ് ഉണ്ട് പറഞ്ഞുകൊണ്ട് കയറാം. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓടിച്ചാൽ മെല്ലെ ഇവിടെ കാണുന്നില്ലല്ലോ. ഇതൊക്കെയാണ് നമ്മൾ ഏകദേശം അടുത്തെത്തി ബുർജ് ഖലീഫൻ്റെ. ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ ആ ഒരു ഏരിയക്ക് എത്തിയപ്പോഴത്തിന് ഭയങ്കര റഷായി. ഈ ഒരു ഏരിയ അപ്പോഴത്തിന് നല്ല റഷായി ഫുള്ള്. ഉണ്ടോ, അവിടെയൊക്കെ നല്ല ഫ്രീ അല്ലായിരുന്നു നമ്മൾ നിന്നിന സ്ഥലത്ത്. ഇവിടെ നല്ല റഷാണ്. ബുർജ് ഖലീഫൻ്റെ ഏകദേശം അടുത്തെത്തി നമ്മൾ, ഏകദേശം പറ്റടുത്ത് എനിക്കിപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം ഇപ്പം അതിൻ്റെ ഫ്രണ്ടിലോട്ട് മെയിൻ എൻട്രൻസ് വരെ പോകണം എന്നാണ്. പറ്റുമോയെന്ന് അറിയില്ല, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് ന്യൂണിൻ്റെ എന്തെല്ലാം ഉണ്ട് ഇവിടെ, കുറേ പ്രൊജക്റ്റുകളുണ്ട്. എന്നിട്ട് എൻ്റർ ആയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ ഒരു ഏരിയ ഒരു യൂറോപ്യൻ സ്റ്റൈൽ തന്നെ ഇവിടെ മൊത്തത്തിൽ. ആ ഒരു കൾച്ചർ ഇതിപ്പോൾ കാണുന്ന ഒരു വ്യൂ ഉണ്ടാ. ഇത് ക്യാമറയിൽ ഫുള്ള് കൊള്ളൂല, അത് അത്രങ്ങാനും വലിപ്പമുണ്ട് ഇതിൻ്റെ വലിപ്പം ഉണ്ടാ. ഇതിൻ്റെ അടുത്തുള്ള ബിൽഡിങ്ങൊക്കെ ഉണ്ടാ, ചെറിയ വിട്ടുനിന്ന് കാണുമ്പോൾ ബിൽഡിങ്ങുകളൊക്കെ ഏകദേശം അതിൻ്റെ വലിപ്പമുള്ള മാതിരിയാണ് തോന്നുക വിട്ടുനിന്ന് ഇങ്ങനെ കാണുമ്പോൾ. ഇപ്പം നോക്കിയാൽ താഴെയുള്ള ബിൽഡിങ്ങൊക്കെ അതിൻ്റെ താഴേക്കുള്ളൂ. ഈ ബിൽഡിംഗ് നിൽക്കണ വലിപ്പം ഏകദേശം 1 കിലോമീറ്ററിൻ്റെ അടുത്ത് ഇതിൻ്റെ സൈസ് ഉണ്ട്.
ഒരു 800 സംതിങ് മീറ്റർ അല്ലേ പറഞ്ഞത്. ഓ രാത്രിയായ അതിമന്നൊക്കെ നല്ല ലൈറ്റും കാര്യങ്ങളും. ദുബായ് മാളിന്റെ വാട്ടർ ഷോ ഒക്കെ ഫുള്ള് അപ്ഡേറ്റ് ചെയ്ത് പുതിയ സെറ്റപ്പിലാട്ടാ വരുന്നത്. നമുക്ക് വേണ്ടി പോയ ഞാൻ പറഞ്ഞില്ലേ ഇവിടുന്ന് വണ്ടി മൂവ് ആവാനേ പറ്റില്ല, ഫുള്ള് സിഗ്നൽ കുറേ ടൈമാണ് ഇവിടെ. നമ്മളിപ്പം ബുർജ് ഖലീഫയിലോട്ടുള്ള മെയിൻ എൻട്രൻസ് ആണിത്. ഇവിടെ പിടിച്ചു വെക്കോ എന്താണെന്നൊരു പിടുത്തമില്ല, പോയി നോക്കാം നമുക്ക്. ചിലപ്പോൾ അവർ കയറ്റൂല അങ്ങോട്ട്. റെസിഡൻസ് എന്തെങ്കിലും ചോദിക്കും. നമുക്ക് ഊബർ പിക്കപ്പ് എന്ന് പറഞ്ഞു നോക്കാം. ഊബർ പിക്കപ്പ് എന്ന് പറഞ്ഞാൽ കേൾക്കുമോ എന്നറിയില്ല. ഇവിടെ ചങ്ങായി ഇവിടെ ഒരു മൈക്കിൽ വരും. സാർ ഊബർ പിക്കപ്പ്. ഹലോ നിൽക്കണം. ഊബർ 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 പിക്കപ്പ് എൻജോയ് എന്നൊക്കെ ആ പൊട്ടം വിശ്വസിച്ച്. ഗൈസ് നമ്മളങ്ങനെ ബുർജ് ഖലീഫന്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഇതാണ് ഇത്. ഇത്രയും അടുത്ത് ഇതിന്റെ ഫ്രണ്ടിലെത്തി കാണാൻ കഴിയില്ല. ഇവിടെ നമുക്ക് വണ്ടി എത്തണം. ഇതിന്റെ ഈ ഫ്രണ്ട് വരെ വരണമെന്നുണ്ടെങ്കിൽ ഒന്നൊക്കെ ഞാൻ പറഞ്ഞല്ല, ഒന്നൊക്കെ ഊബർ ഡ്രൈവർ ആവണം, അല്ലെങ്കിൽ ഇവിടെ റൂം എടുക്കണം. ഇവിടെ റൂം എടുക്കണമെങ്കിൽ എന്തായാലും ഒരു നാട്ടിലെ എത്ര റുപ്യ വരും ഒന്ന് കമൻറ്റ് ചെയ്യും. നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. ഇതൊക്കെ തന്നെ ഇവിടുത്തെ കാഴ്ച. ഇനി ഉള്ളിൽ കയറണോ ഗൈസ്? ഉള്ളിൽ കയറിയിട്ട് കാര്യമില്ല, വേണ്ട. ഉള്ളിൽ കയറിയൊക്കെ നോക്കാം. അതിൻ്റെ ഞാൻ അവിടെയൊക്കെ എനിക്ക് ഇടയ്ക്ക് ബുക്കിംഗ് വരലുണ്ട് ഇവിടുന്ന്. അപ്പോൾ ഞാൻ ആൾ കുറേ നേരമല്ല ഇവിടെ ഈ ബുർജ് ഖലീഫ എന്ന് ബുക്കിംഗ് ഉണ്ടാവുന്ന സമയത്ത് കുറേ ടൈം പിടിക്കും ആൾ വരാനൊക്കെ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ബുക്കിംഗ് അടിച്ചു നമുക്ക് ബുക്കിംഗ് കിട്ടി. ബുർജ് ഖലീഫ എന്ന് ഗൈസ് ബുക്കിംഗ് കിട്ടി. ഭാഗ്യത്തിന് നുണ പറഞ്ഞു വന്നത് ഞാൻ ബുക്കിംഗ് ഉണ്ടെന്ന്. ഭാഗ്യത്തിന് ബുക്കിംഗ് അടിച്ചു വരുന്നു. അപ്പോൾ നമുക്ക് ഈ കസ്റ്റമർ ഇനി എടുക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് നോക്കാം. ഓക്കെ ഏതായാലും നുണ പറഞ്ഞതിന് പടച്ചോൻ തന്നൊരു പണിഷ്മെൻ്റ് ആണിത്. ഏതായാലും ഇനി ഏത് ലൊക്കേഷനിലേക്ക് കസ്റ്റമർ നമുക്ക് ഇവിടുന്ന് സ്ഥലം വിടാം. അങ്ങനെ നമുക്കിപ്പോൾ ബുക്കിംഗ് കിട്ടിയത് ഇവിടെ റോവ് എന്ന് പറഞ്ഞ ഹോട്ടലാണ്. റോവ് ദ വോക്ക് സിറ്റി വോക്ക്. ഓക്കെ സിറ്റി വോക്കിൽ റോവ് ഹോട്ടലിലേക്കാണ്. ഇവിടെ ഒരാൾ 2 പേരുണ്ടായിരുന്നു. മൾട്ടി റൈഡാണിത്. ഈ മൾട്ടി റൈഡിൽ ഒരാൾ മറ്റേ ഇവിടെ ഇറങ്ങി, നമ്മുടെ ഞാൻ നേരത്തെ കാണിച്ചിരുന്നല്ലോ അഡ്രസ് ടവർ, അവിടേക്കാണ് ഒരാൾ ബുക്ക് ചെയ്തേക്കണത്. ഇവിടെ റോഡൊക്കെ നല്ല റഷാണ് ഈ ഭാഗത്തൊക്കെ. പിന്നെ ഇതിപ്പോൾ അൽസഫ എന്ന് പറയും. അൽസഫയിൽ നമ്മുടെ പിന്നെ ഇത് ഈ കാണുന്നത്, ഈ ബാക്ക് കാണുന്നത് നമ്മളെ എന്താ പറയുക കൊക്കക്കോള അറീനാണ് കേട്ടോ. കൊക്കക്കോള അറീന. ഇവിടെ നമ്മൾ ഈ പ്രോഗ്രാം നൈറ്റ് പരിപാടികളൊക്കെ ഉണ്ടാവും ഇതിൻ്റെ. ആ ടൈമിൽ രാത്രി ഇപ്പം ഞായറാഴ്ച ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല തിരക്കായി, ഭാഗമൊക്കെ ഫുള്ള് ട്രാഫിക് ആവും. കാരണം ഇവിടെ ഫുള്ള് നൈറ്റ് ഇവന്റുകൾ നടക്കും ഈ ഇതിൻ്റെ ഉള്ളിൽ. എന്താ ക്ലിയർ ബിൽഡിങ് രാത്രി ആയാൽ ആ ബിൽഡിങ് ഇതാവും, കളറ് മാറി കുറേ പിക്ചറൊക്കെ വരും, ലൈറ്റൊക്കെ മാറിയിട്ട് അതിമ കുറേ പിക്ചറൊക്കെ വരും. നല്ല രസമാണ്. നമ്മൾ നല്ലൊരു ഒഴിഞ്ഞ സ്ഥലത്തെത്തിയല്ല. ഇതെന്താ പള്ളിയാണ്? പള്ളിയൊക്കെ എന്താ ഭംഗി, പള്ളീൻ്റെ ഒക്കെ ഇത് കാണാൻ. ഇനിയിപ്പോൾ ഇതിപ്പോൾ ഏതാ സ്ഥലം നോക്കാം, നമുക്ക് പോയി നോക്കാം. ഓക്കെ ഒരു വൃത്തിക്ക് അവിടെയൊക്കെ ഫുള്ള് ചെയ്തിട്ടാണ് അല്ലേ. ബിൽഡിങ്ങുകളൊക്കെ ഒരേ ലെവലില് കൊക്കക്കോള അറിയുന്നതൊക്കെ അതിൻ്റെ അപ്പുറത്ത്. നല്ല വൃത്തിയുണ്ട്, എല്ലാ കാര്യങ്ങളും ഫുള്ള് ചെയ്തിട്ടതൊക്കെ. ബിൽഡിംഗ് ആയാലും റോഡായാലും ഇന്റർലോക്കൊക്കെ ചെയ്ത് നല്ല ഒരു കച്ചറ പോലും ഇല്ല കേട്ടോ. ഒരു ഫുൾ ഈ സ്ഥലത്തിന് പറയുന്നത് സിറ്റി വോക്ക് ആട്ടോ, അത് കൊക്കക്കോള അറീന. ഓക്കെ സിറ്റി വോക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ഓഫീസുകൾ കമ്പനികളൊക്കെ ഉള്ളൊരിതാണ്. അവിടെ ഏത് ഭാഗത്തോട്ട് പോയാലും ഇങ്ങനെ തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ ഒരു യൂറോപ്യൻ സ്റ്റൈലിൽ. രാത്രിയൊക്കെ ആയാൽ ഈ സാധനത്തുമേലൊക്കെ ലൈറ്റ് വരും, നല്ല രസമാണ്. സിറ്റി വോക്ക് അടിച്ചു നോക്കിയാൽ മതി. അൽസഫ സിറ്റി. ഇവിടെ റോൾസ് റോയ്സിന്റെ ഒക്കെ ഷോറൂം വരെയുണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ ഇങ്ങോട്ടും ഇവിടെ എല്ലാ ഭാഗത്തോട്ടും ഇനിയിപ്പോൾ ഇവിടെ നേരെ പോയാൽ അതെല്ലാ ഏത് ഏരിയ പോയാലും ഇതേപോലെ തന്നെ ബിൽഡിങ്ങുകളെല്ലാം ഒരേ ലെവലിൽ. സ്ഥലമൊക്കെ ഉണ്ടല്ലോ നമ്മളെ ഒരു സിറ്റി ഒരു ഏരിയ അങ്ങനെ ക്രിയേറ്റ് ചെയ്യണ ഒരു സ്റ്റൈലാണ്. ഇവിടെ നിന്ന് എല്ലാ വ്യൂ കൊണ്ട് കിട്ടും. കണ്ടാ ബുർജ് ഖലീഫ അഡ്രസ് വ്യൂ. നമുക്ക് ആ ബുർജ് ഖലീഫ ഒന്ന് ബുക്കിംഗ് കിട്ടിയ ആദ്യത്തെ ആളെ നമ്മൾ ഇറക്കിയത് ആ അഡ്രസ് വ്യൂലാട്ടോ. അവിടെ ഒരു അഡ്രസ്സ് ഉണ്ടാ, ഒരു നമ്മളെ സ്കൈ വ്യൂ അഡ്രസ് ബിൽഡിംഗ് ഉണ്ടല്ലോ, അവിടേക്കാണ് ബുർജ് ഖലീഫ നമുക്ക് ഒരാളെ കൊണ്ടുപോയി ഇറക്കാനുള്ളത്. മൾട്ടി റൈഡാണ്, 2 ആളെ ഇറക്കാണ്ടായിരുന്നു, ഒരാളെ ഈ ലൊക്കേഷനിൽ കൊണ്ടുവന്നിട്ട്. ഓക്കെ ഇനി എന്തെല്ലാം ഇപ്പം ഇന്നത്തെ പരിപാടികൾ നോക്കട്ടെ. ഇവിടെയാണ് ഈ റോൾസ് റോയ്സിന്റെ ഷോറൂം ഉള്ളത് കേട്ടോ. ഭാഗ്യമുണ്ടെങ്കിൽ കാണുകയാണെങ്കിൽ കാണിച്ചുതരാം. ഇവിടെ കാനഡന്റെ യൂണിവേഴ്സിറ്റി ഉണ്ട്. ഇതാണ് റോൾസ് റോയ്സിന്റെ ഷോറൂം കേട്ടോ. എന്താ RR മാത്രമേ കാണുന്നുള്ളൂ, വേറെ ഇത് റോൾസ് റോയ്സിന്റെ ഷോറൂം. വണ്ടിയൊന്നും കാണുന്നില്ല. അവിടെയൊക്കെ കയറണമെങ്കിൽ അത്രയും വലിയ ഇത് കാണിക്കേണ്ടി വരും. നമ്മളൊക്കെ കയ്യിൽ അത്രയും ഉണ്ട് എന്നതാ. ഇതാണ് കേട്ടോ ഷോറൂം.
പ്രോപ്പർട്ടികൾ നമ്മളെ കയ്യിൽ അത്രയും ഫണ്ടുള്ള ആളാന്ന് അവിടെ ഇത് കഴിയേണ്ടി വരും. വെരിഫൈ ചെയ്താൽ അതിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് ചിലപ്പോൾ കേട്ടുള്ളൂ. നമ്മൾ ഇവിടുന്ന് വന്നു. പിന്നെ ഇനിയിപ്പോൾ ഇനി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കാനുള്ള പരിപാടികൾ നോക്കട്ടെ. ഇന്നത്തെ പരിപാടി ഇന്നിപ്പോൾ നമ്മൾ ബുർജ് ഖലീഫ ഉണ്ട്, സിറ്റി വാക്ക് ഉണ്ട്. നോക്കാം. നമുക്കിപ്പോൾ കണ്ടന്റൊക്കെ കുറവാന്നുള്ള ഓരോരുത്തരല്ല വൈഫൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇനി ഫ്യൂച്ചറിൽ നമ്മൾ ഒന്ന് നന്നാക്കാം. ഫ്യൂച്ചറിൽ കണ്ടന്റ് ഇതാണ് കേട്ടോ. ഇവിടുത്തെ നല്ല ഹൈവേ ആണ് ഈ കാണുന്നത്. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ ഹൈവേ. റോഡിൻ്റെ സൈഡിലൊക്കെ നല്ല ഇതുള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഫോൺ കയ്യിൽ വെക്കണത് അത്ര നല്ലതല്ല, ഫൈൻ കിട്ടും. ക്യാമറ 120 സ്പീഡ് വരെ പോവാം. സ്പീഡ് ട്രാക്ക് കയറിയാൽ 120 വരെ പോവാം. പിന്നെ ഫ്യൂച്ചർ ഓഫ് മ്യൂസിയം ഏതായാലും ബുർജ് ഖലീഫ കാണിച്ച സ്ഥിതിക്ക് ഫ്യൂച്ചർ ഓഫ് മ്യൂസിയം എന്നാ ഇവിടെ ഒരു ബുക്കിംഗ് അടിച്ച് ഇവിടെ വന്നപ്പം ഫ്യൂച്ചർ മ്യൂസിയം ആക്കണ്. നമ്മൾ ഒരു ദിവസം നല്ലൊരു വീഡിയോ ചെയ്യാം. അമ്മമായിട്ട് പോകും ഒരു ദിവസം ഫ്യൂച്ചർ മ്യൂസിയം നമ്മൾ പോകുന്നുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അന്ന് നമുക്ക് ചെയ്യാം വീഡിയോ. ഓക്കെ. ഫുള്ള് ട്രാഫിക്കാണ്. ഞാനിപ്പോൾ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയൊക്കെ ഇവിടെ വന്നതായിരുന്നു. ഫുഡ് കഴിക്കാന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു 3-4 ബുക്കിംഗ് വന്ന് അതെടുത്ത് കുറെ ടൈം അങ്ങ് പോയി. ഇപ്പം ഇവിടുത്തെ സമയം ഒരു 5:30-6 മണി ആവാനായി. ഫുഡ് അത് ചെറിയ സാൻഡ്വിച്ച് മേലെ ഇപ്പം നിൽക്കണത്. എന്തായാലും ഇപ്പൊ ഇനി നോക്കാം. അപ്പൊ ട്രാഫിന്റെ നമ്മളെ മൂടൊക്കെ ആകെ മാറിയിരിക്കണ്. സ്റ്റാർട്ടിങ്ങിൽ നല്ലൊരു വ്ളോഗ് തുടങ്ങുമ്പോ നല്ല വൈബ് മൂഡിലായിട്ട് തുടങ്ങും. പക്ഷെ 3-4 ബുക്കിംഗ് ആയിട്ട് എടുക്കുമ്പോൾ കുറച്ച് ടയർഡാവും. അതൊരു ഇൻഡസ്ട്രി ഏരിയ ആണ്. ഇവിടെ ഒന്നും വണ്ടി മൂവ് ആവൂല, അങ്ങനത്തെ ട്രാഫിക്കാണ്. ഒരുപാട് സമയമായിട്ട് ഫുഡ് കഴിച്ചിട്ടില്ല. ഇതിപ്പോ ഒരു ഇൻഡസ്ട്രി ഏരിയ ആണിത്. ഇവിടെ വന്നപ്പോ എന്തിനാന്ന് വെച്ചാല് ഇവിടെ കിച്ചൺ ഉണ്ട്. ഒരു കുറച്ച് മട്ടൺ പുലാവ, ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ട്. അതായത് 5 ദിറംസ് ആ റേഞ്ചിൽ ഇവിടുന്ന് നല്ല അടിപൊളി പുലാവ എന്നാ പറയാ, മട്ടൻ പുലാവ. ഇപ്പൊ മട്ടൻ ബിരിയാണിയൊക്കെ ഇപ്പൊ നമ്മൾ ഇവിടെയൊക്കെ പോയി കറാമയിലൊക്കെ പോയി കഴിച്ചാൽ അത്യാവശ്യം നല്ല എമൗണ്ട് ആവും. ഒരു 20 ദിറംസിന്റെ അടുത്താവും. ഇവിടെ 5 ദിറംസ് 6 ദിറംസിന് ഇവിടെ നല്ല പുലാവ് കിട്ടും. മട്ടൻ പുലാവ് കാണിച്ച സാധനം കിട്ടി. ഇതൊരു ഇൻഡസ്ട്രി ഏരിയ ആണ്. ഇവിടെ ഫുള്ള് കിച്ചൺ ആണ്. ഇതിന്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് കുറെ കിച്ചൺ ഉണ്ട്. നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇതാണ് സാധനം, വാങ്ങിയ സാധനം കാണിച്ചെടുത്തില്ല എന്തെല്ലാണ്ടെന്ന്. ഇതിലൊരു അലീസ ഉണ്ട്. പിന്നെ ഒരു മോര് പോലത്തെ ഒരു സാധനം വേറെ ഉണ്ട്. ഓരോ മോരന്നെ. പിന്നെ സാധനം ഇത്രയും തോന്നെ ക്വാണ്ടിറ്റി കാണിച്ചത്. ഇത്ര തോന്നെ ക്വാണ്ടിറ്റി ഫുഡ് ഉണ്ട്. നമ്മൾ കുറെ പൈസ കൊടുത്ത് ഇവിടൊക്കെ പോയിട്ട് കഴിച്ചാല് കറാമേലെല്ലാം പോയാൽ 10-20 റുപ്യ റേഞ്ച് ആവും. ഇവിടെ ഇത്രത്തോളം കാണില്ലേ, ഇത്ര ക്വാണ്ടിറ്റി ചോറുണ്ട്. മട്ടനാണിത്. ഉണ്ടാ ഇതിപ്പോ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഇത് ലബനപ്പ് ഇതിങ്ങനെ ഒഴിക്കണം ആദ്യം. കുറച്ച് നരി വന്ന് ഓടിക്കോ എന്താ അറിയില്ല. കുറെ നേരം വിശന്നോണ്ടേ ഒന്ന് കാര്യമായിട്ട് കഴിക്കാൻ ചേച്ചി. ഇപ്പൊ ആദ്യം ചെയ്യേണ്ട പണി ചോറിങ്ങനെ എടുത്തിട്ടേ കുറച്ചിങ്ങനെ അതിൽ ഒഴിച്ചു കൊടുക്കുക. ഈ മോര് ഇതുണ്ടല്ലോ നമ്മളെ ലബനപ്പ് മോരന്നെ, ഇതിങ്ങനെ കുറച്ച് ഒഴിക്കണം. അതിൽ അറബികൾ ചെയ്യണ പരിപാടി കേട്ടോ. എന്നിട്ട് നമ്മൾ കഴിച്ചോടാം. ബിസ്മില്ല, കുറെ നേരം വിശന്ന് നിന്ന് ഏതായാലും ബിസ്മില്ല. അപ്പൊ കഴിച്ചു തുടങ്ങാം. മട്ടൻ കുറച്ച് കുറവാന്ന് തോന്നുന്നു. എന്നും പരിചയമുള്ള ആളല്ല എന്ന് തന്ന്. ഇപ്പൊ നാട്ടില് നല്ല ഇപ്പൊ എവിടെ ആണെങ്കിലും ഒരു മട്ടൻ ബിരിയാണി കഴിച്ചപ്പോ എത്ര ബില്ല് വരും ഏകദേശം? എന്തായാലും ഇതിപ്പം ഞാൻ ഇവിടെ അവിടുന്ന് ഫ്രീ ആയിട്ട് ഇത്രയും അൽക്കൂസ് പോലത്തെ സ്ഥലത്ത് വന്നിട്ട് ഫുഡ് കഴിക്കണതിനുള്ള കാരണം 5 ദിറംസ്. നാട്ടിലൊരു 100 സംതിങ് എന്തായാലും വരുള്ളൂ. ആ റേഞ്ചിൽ മട്ടൻ ബിരിയാണി ഇത്രയും തോന്നെ ക്വാണ്ടിറ്റി ഉണ്ട്. പീസ് ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ട്. ഇങ്ങനത്തെ ബിരിയാണി എനിക്ക് ഇവിടുന്ന് കിട്ടി. ഈ ലേബേഴ്സുള്ള സ്ഥലം കണ്ടോ, ഇപ്പോഴും തിന്നു വെച്ചിട്ടില്ല, ഒരുപാടുണ്ട്. ഓക്കെ. അപ്പൊ ഫുഡൊക്കെ ഇപ്പൊ ലൈറ്റൊക്കെ പോയി ഏകദേശം ഒരു 6 മണി സമയമായിരിക്കും. ഞാൻ നിൽക്കുന്ന സ്ഥലം കാണിച്ചുതരാം. അപ്പൊ നിൽക്കുന്ന സ്ഥലം ഇവിടുന്ന് ഇപ്പൊ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് ബുക്കിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. മാളെന്തോ ആണ് ബാക്കിൽ. ഓക്കെ. അപ്പൊ ഓഫ്ലൈൻ ആക്കി വെച്ചിരിക്കണം. അപ്പൊ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഉച്ചക്കുള്ള ഫുഡ് ഇപ്പൊ വൈകുന്നേരമാണ് കഴിക്കുന്നത്. പിന്നെ ഇവിടെ ഉള്ളത് ഒരു കിങ് ഹോസ്പിറ്റൽ ഉണ്ട്. എന്തൊരു കിങ് ഹോസ്പിറ്റൽ ഉണ്ട്. അതാണ്, മാളല്ലായിരുന്നു, ഷോപ്പിംഗ് മാളല്ല. പിന്നെ ദമാക്കിന്റെ കുറെ പ്രോപ്പർട്ടികൾ വരുന്നുണ്ട്. ദുബായ് ഹിൽസിന്റെ ഈ ബോർഡ് ഇങ്ങനെ വെച്ചതിന്റെ അപ്പുറത്ത് ഒരുപാട് പ്രോപ്പർട്ടി, കുറെ ഇതേപോലത്തെ ബിൽഡിങ്ങുകൾ ഒരുപാട് വരുന്നുണ്ട്. ഇതിന്റെ ബാക്കിലൊക്കെ വരുന്നുണ്ട്.
അവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നല്ല, ഇപ്പം ഇൻവെസ്റ്റ് ചെയ്തിട്ടാൽ ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ അത് ഭയങ്കര വലിയ എമൗണ്ടിന് കൊടുക്കാൻ പറ്റും. അതാണ് ഇവിടെ മെയിനായിട്ട് ആൾക്കാർ ചെയ്യുന്നത്. അവിടെ പാർക്കൊക്കെ ഉണ്ട്, നമ്മൾ ബുർജ് ഖലീഫ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ടാറാണത്, ടാറിൻ്റെ പോലത്തെ ഒരു വണ്ടി. ടാറ് മഹീന്ദ്രൻ്റെ ആണോ ലീപ്പാവും, ഓടി എഴുതിയൊന്നും വെച്ചിട്ടില്ലല്ലോ. ടാറാണോന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല, ഓടി എഴുതിയിട്ടൊന്നുമില്ല, ഫ്രണ്ടിലൊന്നും എഴുതിയിട്ടില്ല. കാറ് പോലത്തെ ഒരു വണ്ടി. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ നിർത്തണം ഇന്നത്തെ വീഡിയോ. നാളെ നല്ലൊരു കണ്ടന്റ് കിട്ടുമെന്ന് വിചാരിക്കുക. കണ്ടന്റ് കിട്ടിയാൽ നമുക്ക് നല്ല പൊളിക്കാം. ഓക്കെ ബൈ.